നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് മൊഡ്യൂളായ ദ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ രണ്ടാമത്തെ ടോപ്പിക്കിലാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഓൺ പോളിസി ചോയ്സ്. എത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ പോളിസിയുടെ നിർമ്മാണത്തിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് വ്യത്യസ്ത സ്കൂൾ ഓഫ് തോട്ടിലുണ്ടായിരുന്ന അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ പറയുന്നു, കെയ്ൻസ് ബിലീവ്ഡ് ഇൻ ക്യാപിറ്റലിസം ഫോർ അറ്റൈനിങ് ഇക്കണോമിക് എൻഡ്സ് എഫിഷ്യൻ്റ്ലി. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്സ് firmly believed in self-correcting forces of the price mechanism for restore economic system to full employment, but they did not deny that fluctuations in aggregate economic activity. ഇവിടെ പറയുന്നത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് ലെയ്സസ് ഫെയർ പോളിസിയിലാണ്. അതായത് മാർക്കറ്റ് ഫോഴ്സുകളാണ് രാജ്യത്ത് ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ. ഈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഐഡിയയിൽ പറയുന്നത് മാർക്കറ്റ് എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റിലായിരിക്കും, സെൽഫ് കറക്ഷനാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ നമ്മുടെ ഇക്കോണമികൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതായിരുന്നു ക്ലാസിക്കൽസിൻ്റെ വ്യൂ. എന്നിരുന്നാലും ക്ലാസിക്കൽസ് ഈ ഇക്കണോമിക് ആക്ടിവിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻസിനെ ഇവർ തള്ളി പറയുന്നില്ല. ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ നിലനിൽക്കും എന്നുള്ളതാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ വ്യൂ. എന്നാൽ കെയ്ൻസ് ബിലീവ് ചെയ്യുന്നത് ഒരു ലെയ്സസ് ഫെയർ പോളിസി അല്ല, പക്ഷേ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെയാണ് ഇവിടെ കെയ്ൻസ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കെയ്ൻസ് ക്യാപിറ്റലിസത്തെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാപിറ്റലിസമാണ് ഒരു രാജ്യത്ത് ഇക്കണോമിയെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുവരാൻ സാധ്യമാക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടും കെയ്നീഷ്യൻ ഇക്കണോമിക്സിനുണ്ട്. ഇനി നോക്കൂ, കെയ്ൻസ് വാസ് ഓൾറെഡി അഗെയിൻസ്റ്റ് വിത്ത് ദ ക്ലാസിക്കൽ ലേസസ് ഫെയർ ഫിലോസഫി ആൻഡ് സജസ്റ്റഡ് ദാറ്റ് മാർക്കറ്റ് ഇക്കോണമീസ് ആർ ഇൻഹെറൻറ്റ്ലി അൺസ്റ്റേബിൾ. സച്ച് ഇൻസ്റ്റെബിലിറ്റി ജനറേറ്റ്സ് വെൽഫെയർ റെഡ്യൂസിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നോക്കൂ, കെയ്ൻസ് ബിലീവ് ചെയ്യുന്നത് ക്ലാസിക്കൽസിൻ്റെ ലേസസ് ഫെയർ പോളിസി തെറ്റാണ് എന്നും പോരാത്തത് മാർക്കറ്റ് ഇക്കോണമികളാണ് രാജ്യത്ത് ഉള്ളത്, മാർക്കറ്റ് ഇക്കോണമികളാണ് അല്ലെങ്കിൽ ക്യാപിറ്റലിസമാണ് ലോകത്തുള്ളത് എന്നും ആ ക്യാപിറ്റലിസത്തിലെപ്പോഴും ഇക്കോണമി അൺസ്റ്റേബിൾ ആയിരിക്കും. ഇങ്ങനെ ക്യാപിറ്റലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എപ്പോഴും വെൽഫെയർ റെഡ്യൂസിങ് ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും രാജ്യത്തുണ്ടാകുന്നത്. പോരാത്തത് രാജ്യത്തിൻ്റെ ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ വ്യൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ക്ലാസിക്കൽസ് ലേസസ് ഫെയർ പോളിസിയെ സജസ്റ്റ് ചെയ്യുകയും ഇക്കോണമി ഒരു ചെറിയ രീതിയിൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്ലാസിക്കൽസ് പറയുന്നത്. എന്നാൽ കെയ്ൻസ് ക്യാപിറ്റലിസം സപ്പോർട്ട് ചെയ്യുന്നു, പോരാത്തത് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമെന്നും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണമെന്നും പോരാത്തത് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഉള്ളത് കൊണ്ട് രാജ്യത്ത് വെൽഫെയർ കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഔട്ട്പുട്ടിൽ ഫ്ലക്ച്വേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ ആദ്യത്തെ ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, ആസ് എ റിസൾട്ട് ഓൾഡ് കെയ്നീഷ്യൻ ആർഗ്യൂ ദാറ്റ് this instability can and should be corrected by discretionary monetary and fiscal policies. നോക്കൂ, ആദ്യ കാലഘട്ടത്തിൽ കെയ്നീഷ്യൻ ഇക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ കെയ്നീഷ്യൻ വ്യൂ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മാർക്കറ്റിലുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി, ഔട്ട്പുട്ടിലുണ്ടാകുന്ന മാറ്റം, എംപ്ലോയ്മെൻറ്റിലുണ്ടാകുന്ന മാറ്റമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ഒക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇംപ്ലിസിറ്റ് ഇൻ ദിസ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ വ്യൂ ഈസ് ദി അസംഷൻ ദാറ്റ് ഗവൺമെൻറ് ആക്ച്വലി ഡിസയർ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് തന്നെ ഇംപ്ലിസിറ്റിലായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ലോകത്തുള്ള കെയ്നീഷ്യൻ ഐഡിയ പ്രകാരം രാജ്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ്റിന് ഒരു സ്റ്റെബിലിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ഓൾഡ് കെയ്നീഷ്യൻ വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ മിഖായിൽ കലക്കി 1943 was one of the first economists to challenge the rather naive assumption by presenting a Marxo-Keynesian model where a partition government acting on behalf of capitalist interest deliberately creates politically induced recessions in order to reduce the threat to profits resulting from the enhanced bargaining power of workers. പക്ഷേ മിഖായിൽ കലക്കി
1943 ഓർത്തഡോക്സ് കെനീഷ്യൻ വ്യൂവിനെ അല്ലെങ്കിൽ ഓൾഡ് കെനീഷ്യൻ വ്യൂവിനെ ഇവർ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഇവർ പുതിയൊരു അസംഷൻ കൊണ്ടുവരുന്നു. അതാണ് മാക്സോ കെനീഷ്യൻ മോഡൽ. ഈ മാക്സോ കെനീഷ്യൻ മോഡലിൽ ഇവർ പറയുന്നു ഒരു പാർട്ടീഷൻ ഗവൺമെൻറ് ആണ് ലോകത്ത് നിലനിൽക്കുന്നത്. എന്താണ് ഈ പാർട്ടീഷൻ ഗവൺമെൻറ്? പാർട്ടീഷൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് രാജ്യത്ത് പോളിസികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് ഡെലിബറേറ്റ്ലി ഇവർ റിസഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ റിസഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ രാജ്യത്ത് ഇവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. പോരാത്തത് വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കുറക്കുക എന്നുള്ളത് കൂടിയാണ്. ഇവിടെ മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ടീഷൻ ഗവൺമെൻറ് അപ്പോൾ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടീഷൻ ഗവൺമെൻറ് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന പാർട്ടീഷൻ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യത്ത് ഇവർ ഡെലിബറേറ്റ്ലി റിസഷൻസ് ഉണ്ടാക്കും, വർക്കേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കുറക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ മിഖായിൽ കലക്കി അല്ലെങ്കിൽ മൈക്കിൾ കലക്കി എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് പറയുന്നത്. നോക്കൂ, ദിസ് അൺറെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്കൽ മെക്കാനിസം ബൈ ഇൻഫ്ലുവൻസിങ് ഇക്കണോമിക് പോളിസീസ് വുഡ് ആൾസോ കോൺട്രിബ്യൂട്ട് ടു അഗ്രിഗേറ്റ് ഇൻസ്റ്റെബിലിറ്റി. ഇവർ പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഈ പാർട്ടീഷൻ ഗവൺമെൻറ് നിലനിൽക്കുമ്പോഴും ലോകത്ത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇൻസ്റ്റെബിലിറ്റി മീൻസ് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുന്നു, എംപ്ലോയ്മെൻറ്റിൽ വേരിയേഷൻ വരുന്നു. ഇത് ലോകത്ത് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കലക്കിയുടെ വാദം. പോരാത്തത് അക്രമാൻ ഇൻ 1947 anticipating later developments suggested that the electoral cycle by influencing economic policies would also contribute aggregate instability. നോക്കൂ, പോരാത്തത് അക്രമാൻ പറയുന്നത് ഇങ്ങനെയാണ്, നേരത്തെ കലക്കി പറഞ്ഞ വേർഡുകളിലോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഇവർ പറയുന്നതാണ് ഈ ഒരു ഇലക്ട്രൽ സൈക്കിൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇലക്ട്രൽ സൈക്കിൾ? നോക്കൂ, ഒരു ഡെമോക്രാറ്റിക് രാജ്യങ്ങളൊക്കെ ആകുമ്പോൾ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് എലക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ എലക്ഷൻസ് വരുന്ന സമയത്തും ഗവൺമെൻറ്റുകൾ ഇക്കണോമിക് പോളിസികളിൽ മാറ്റം വരുത്തും. ഈ ഇക്കണോമിക് പോളിസികളിൽ മാറ്റം വരുത്തുമ്പോൾ അവർ പുതിയ ബജറ്റ് പ്രഖ്യാപിക്കും. അഗ്രിഗേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി കൂട്ടുന്ന രീതിയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറുകൾ ഒരുപാട് വർദ്ധിപ്പിക്കും, ടാക്സേഷൻ കുറക്കും. ഇങ്ങനെ ഒരു ഇലക്ഷനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പോളിസികൾ നടപ്പിലാക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഉണ്ടായാലും രാജ്യത്ത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഉണ്ടാവും, എംപ്ലോയ്മെൻറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അക്കർമാൻ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് പറയുന്നത്. സോ ഇൻ ദ നിയോ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഇക്കോണമി literature, government is no longer as exogenous, rather it is partially endogenous and policies will reflect the various interests in society. നോക്കൂ, നിയോ ക്ലാസിക്കൽസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സോജനസ് ആണ് എന്നുള്ള ക്ലാസിക്കൽസിൻ്റെയൊക്കെ വ്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സോജനസ് ആണ് എന്നുള്ളതാണ്. അതായത് ഇക്കോണമിയിൽ വലിയ റോളൊന്നും ഗവൺമെൻറ്റിനില്ല. എന്നാൽ ഇവിടെ നിയോ ക്ലാസിക്കൽസ് പറയുന്നത് ഇതാണ്, ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിൽ ഗവൺമെൻറ് എക്സോജനസ് അല്ല, പകരം പാർഷ്യലി എൻഡോജനസ് ആണ്. പാർഷ്യലി എൻഡോജനസ് മീൻസ് ഗവൺമെൻറ്റിനും ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ ഇടപെടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിയോ ക്ലാസിക്കൽസ് പറയുന്നത്. ആൻഡ് വിൽ റിഫ്ലെക്റ്റ് ദ വേരിയസ് ഇൻട്രസ്റ്റ്സ് ഇൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ പല ഇൻട്രസ്റ്റുകളും റിഫ്ലക്റ്റ് ചെയ്യും. ഇക്കണോമിക് പോളിസികളിൽ പല ഇൻട്രസ്റ്റുകളും റിഫ്ലക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഇക്കണോമിക് പോളിസിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ആ പോളിസിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവർ പറയുന്നത്, നിയോ ക്ലാസിക്കൽസ് പറയുന്നത്, ഗവൺമെൻറ് ഒരു എക്സോജനസ് അല്ല, അതായത് ഇക്കോണമിയിൽ ഇടപെടാതെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല, പകരം സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് പാർഷ്യലി അതിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഇക്കോണമിക് ആക്ടിവിറ്റിയിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നിയോ ക്ലാസിക്കൽസിൻ്റെ ഐഡിയയിൽ പറയുന്നത്. നോക്കൂ, although Keynes had an extremely low opinion of most politicians in the context of his era, it never really crossed his mind to view political process as a marketplace for voters. നോക്കൂ, ഇവിടെ കെയ്ൻസിന് പൊളിറ്റീഷ്യൻസിനെ പറ്റിയിട്ട് വലിയ ഒരു ഒപ്പീനിയൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റായിട്ട് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കെയ്ൻസ് പറയുന്നത്
കെയ്ൻസ് പറയുന്നത് ഇവിടെ പൊളിറ്റിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു വോട്ടേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസ് മാത്രമല്ല, അതായത് വോട്ട് പിടിക്കാനുള്ള ഒരു സാധനമാണ് എന്നുള്ള ഒരു വ്യൂ കെയ്ൻസിന് ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പോരാത്തത് വാട്ട് കെയ്ൻസ് ഹാസ് ഇൻ മൈൻഡ് വാസ് ടു ഓഫർ അഡ്വൈസ്, പ്രെഡിക്ഷൻ ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ് ബേസ്ഡ് ഓൺ സൗണ്ട് ഇക്കണോമിക് അനാലിസിസ്. കെയ്ൻസ് പറയുന്നത് പൊളിറ്റീഷ്യൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് പ്രെഡിക്ഷൻസ് നടത്തുക, അഡ്വൈസ് കൊടുക്കുക, പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഇക്കണോമിക് ആക്ടിവിറ്റി അനലൈസ് ചെയ്തുകൊണ്ട് അതിനുള്ള അഡ്വൈസ് കൊടുക്കുക, പ്രെഡിക്ഷൻസ് പറയുക, പ്രിസ്ക്രിപ്ഷൻസ് പറയുക എന്നുള്ളതൊക്കെയാണ് ഈ പൊളിറ്റീഷ്യൻസിൻ്റെ റോള് എന്നുള്ളതായിരുന്നു കെയ്ൻസിൻ്റെ വ്യൂ. അല്ലാതെ ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു വോട്ടേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ടല്ല ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ ഇവിടെ കെയ്ൻസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ദ റോൾ ഓറിയൻറ്റഡ് പൊളിറ്റീഷ്യൻസ് റെസ്പോൺസിബിൾ ഫോർ പോളിസി മേക്കിംഗ്. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു റോൾ ഓറിയൻറ്റഡ് പൊളിറ്റീഷ്യൻസ് ആണ് രാജ്യത്ത് പോളിസി മേക്കിങ്സിൽ വലിയ റോള് വഹിക്കേണ്ടത് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. So here, the next point, in turn, it is assumed that because politicians are looking for efficient solution to major economic problem, they will automatically take the necessary action to maximize social welfare by following impartial and well-informed advice provided by the economic advisors. അപ്പോൾ നോക്കൂ, ഇവിടെ പൊളിറ്റീഷ്യൻസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ഇവിടെ പൊളിറ്റീഷ്യൻസിൻ്റെ റോള്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോവേർട്ടിയാണ് പ്രശ്നമെങ്കിൽ ഈ പോവേർട്ടിക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് പൊളിറ്റീഷ്യൻസിൻ്റെ റോള്. സോ ദേ വിൽ ഓട്ടോമാറ്റിക്കലി ടേക്ക് ദ നെസസറി ആക്ഷൻ ടു മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ ബൈ ഫോളോവിങ് പാർഷ്യൽ ആൻഡ് വെൽ ഇൻഫോംഡ് അഡ്വൈസ് പ്രൊവൈഡഡ് ബൈ ദി ഇക്കണോമിക് അഡ്വൈസേഴ്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിക് അഡ്വൈസേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റുകൾ കൊടുക്കുന്ന അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സോഷ്യൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന ഇക്കണോമിക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിസ്റ്റുകൾ കൊടുക്കുന്ന അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നു. ഈ പോളിസി ആയിരിക്കും ആ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. നോക്കൂ, ഇവിടെ ട്രഡീഷണൽ ഇക്കണോമിസ്റ്റുകളുടെ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നു. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്കണോമിസ്റ്റുകൾ അഡ്വൈസ് കൊടുക്കുന്നു, പ്രെഡിക്ഷൻസ് നടക്കുന്നു, പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നു. പോളിസി മേക്കേഴ്സ് ഇവർ പറഞ്ഞിട്ടുള്ള ഇക്കണോമിസ്റ്റുകൾ കൊടുത്തിട്ടുള്ള അഡ്വൈസുകളൊക്കെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, പോളിസികൾ മേക്ക് ചെയ്യുന്നു. ചോയ്സ് ഓഫ് പോളിസി, ഏത് പോളിസി സെലക്ട് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് തീരുമാനിക്കുന്നു. ദെൻ പോളിസി ആക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഇവർ തീരുമാനിച്ച പോളിസി ആ രാജ്യത്ത് നടപ്പിലാക്കുന്നു. ദെൻ പോളിസി ഔട്ട്കം, ഇവരെന്ത് ചെയ്യുന്നു, ഈ പോളിസി ഔട്ട്കംസ് കണ്ടെത്തുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ മുകളിൽ കാണിച്ചിട്ടുള്ളത് ഇക്കണോമിസ്റ്റുകൾ കൊടുക്കുന്ന അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ പോളിസി മേക്കേഴ്സ് പോളിസി ഉണ്ടാക്കി ആ പോളിസി രാജ്യത്ത് നടപ്പിലാക്കുന്നു, എന്നിട്ട് അതിൻ്റെ പോളിസി ഔട്ട്കംസ് നോക്കുന്നു. ഇതാണ് ട്രഡീഷണൽ വ്യൂ. എന്നാൽ ട്രഡീഷണൽ വ്യൂവിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് പോളിസി മേക്കേഴ്സ് ഇക്കണോമിസ്റ്റുകളുടെ അഡ്വൈസ് സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ കൂടി ഇവർ നോക്കും. അതായത് ക്ലാസ്സുകളുടെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ, പൊളിറ്റിക്കൽ പാർട്ടീസ്, വോട്ടേഴ്സ്, ഇവരുടെ ഇൻട്രസ്റ്റ് കൂടി നോക്കും. അതായത് ഒരു പോളിസി നടപ്പിലാക്കുമ്പോൾ ആ പോളിസിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്, വോട്ടേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇവരെയെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവരെന്ത് ചെയ്യുക, പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. പോരാത്തത് സ്റ്റേറ്റ് സെൻറ്റേർഡ് ഫോഴ്സുകളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആരൊക്കെയാണ് സ്റ്റേറ്റ് സെൻറ്റേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്? ടെക്നോക്രാറ്റ്സ്, ബ്യൂറോക്രാറ്റ്സ്, സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്സ്. ഈ പറയുന്ന 3 വിഭാഗങ്ങളും കൂടി എന്ത് ചെയ്യാറുണ്ട്, ഈ പോളിസി ഫോർമുലേഷനിൽ അല്ലെങ്കിൽ പോളിസി മേക്കറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ വ്യൂ പ്രകാരം ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊന്നുമല്ല, മോഡേൺ വ്യൂവിലോട്ട് വരുമ്പോൾ ഇതിൽ ആരൊക്കെ ഇടപെടാറുണ്ട്? ഇവിടെ സൊസൈറ്റി സെൻറ്റേർഡ് ഫോഴ്സുകളും സ്റ്റേറ്റ് സെൻറ്റേർഡ് ഫോഴ്സുകളും ആയിട്ടുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞ പോളിസി മേക്കിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരെ കൂടി ഗവൺമെൻറ് പരിഗണിക്കാറുണ്ട്. So thus the conventional normative approach to the analysis of economic policy thread the government as exogenous to the economy. It only interests in the steering the economy toward the best possible outcome.
അപ്പോൾ ഇവിടെ പറയുന്നതാണ് ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സോജനസ് ആണ്, ഗവൺമെൻറ് സിസ്റ്റത്തിന് പുറത്താണ്. അപ്പോൾ ഇക്കണോമിസ്റ്റുകൾ എന്ത് അഡ്വൈസ് കൊടുക്കുന്നോ ആ പോളിസി ആയിരിക്കും രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഗവൺമെൻറ്റിന് വലിയ റോളൊന്നുമില്ല. ഫ്രം എ ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമി പെർസ്പെക്റ്റീവ്, policy makers will be heavily influenced by powerful societal and state-centered voices rather than acting impartially on the advice of economists. നോക്കൂ, എന്നാൽ ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമിയിലെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പോളിസി മേക്കേഴ്സിനെ കൂടുതലായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൊസൈറ്റി സെൻറ്റേർഡ് വോയിസുകളും സ്റ്റേറ്റ് സെൻറ്റേർഡ് വോയിസുകളും ആയിട്ടുള്ള ഒരുപാട് വോയിസുകളുണ്ട്. ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യും. പോരാ, ഇവർ വെറും ഇക്കണോമിസ്റ്റുകൾ പറയുന്ന അഡ്വൈസ് സ്വീകരിച്ച് ഒരു പോളിസി രാജ്യത്ത് നടപ്പിലാക്കുകയല്ല ചെയ്യുക. പകരം എന്ത് ചെയ്യാറുണ്ട്, സ്റ്റേറ്റ് സെൻറ്റേർഡ് വോയിസുകളും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ സെൻറ്റേർഡ് വോയിസുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും പോളിസികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ വ്യൂ പോലെയല്ല മോഡേൺ വ്യൂ. മോഡേൺ വ്യൂവിൽ ഒരു പോളിസി നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ ഒരുപാട് പേരെ പരിഗണിക്കേണ്ടി വരും. അതായത് ഇന്നുള്ള ഗവൺമെൻറ്റുകൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്നുള്ള ഗവൺമെൻറ്റുകളുടെ പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് ഒരു പോളിസി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബ്യൂറോക്രാറ്റുകളാവാം, അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പുകളാവാം, ഇങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ വോട്ടേഴ്സ് ആവാം, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പോളിസികൾ നടപ്പിലാക്കുന്നത്. അല്ലാതെ ഒരു ഇക്കണോമിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന പോളിസികൾ നേരിട്ട് നടപ്പിലാക്കുക എന്നുള്ളതല്ല ഇപ്പോഴുള്ള ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. ദെർഫോർ ദ അഡ്വൈസ് റിഫ്ലക്റ്റ് ബാലൻസ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. അപ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ മോഡേൺ ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമി പ്രകാരം കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റുകളെയൊക്കെ ബാലൻസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും പോളിസികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ നോക്കൂ, comes to the next point. In the society-centered approach, various groups exert pressure on the policy makers to supply policies that will benefit them directly or indirectly. അപ്പോൾ നോക്കൂ, ഒരു സൊസൈറ്റി സെൻറ്റേർഡ് അപ്രോച്ച് പ്രകാരം, അല്ലെങ്കിൽ സൊസൈറ്റി സെൻറ്റേർഡ് അപ്രോച്ച് പ്രകാരം പോളിസി മേക്കിങ്ങിന്, അല്ലെങ്കിൽ രാജ്യത്ത് പോളിസി ഉണ്ടാക്കുന്നത് എപ്പോഴും ഈ സൊസൈറ്റി സെൻറ്റേർഡ് വോയിസുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടെക്നോക്രാറ്റ്സ്, ബ്യൂറോക്രാറ്റ്സ്, ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം. ഈ വിഭാഗങ്ങളെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഇവർ പോളിസി മേക്കിങ്ങിനെ പ്രഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിസികളെ ഉണ്ടാക്കാൻ ഇവർ പ്രഷർ ചെയ്യുന്നത്. അത് ഒരു പക്ഷേ നേരിട്ടോ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അവർക്ക് തന്നെ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. Then comes to the next point. While neo-Marxists typically focus on class struggle and power of capitalist class, the new political economy literature highlight the influence of interest groups, for example farmers, political parties and voters. അപ്പോൾ നോക്കൂ, ഇവിടെ ന്യൂ മാർക്സിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ്. സാധാരണ മാർക്സിയൻ ഐഡിയകൾ മൊത്തം ഒരു ക്ലാസ് സ്ട്രഗിൾ പറയാറുണ്ട്. അതിൽ മുതലാളിത്ത വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിളുകളെ പറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ന്യൂ മാർക്സിസ്റ്റ് ഐഡിയകളും. ഇവിടെ പറയുന്നത് അവരുടെ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട്. ആ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായാലും ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും ആ രാജ്യത്ത് ഇക്കണോമിക് പോളിസികൾ വരുന്നത് എന്നുള്ളതാണ് ന്യൂ മാർക്സിസ്റ്റ് ഐഡിയകൾ എന്ന് പറയുന്നത്. സോ ദ ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമി ലിറ്ററേച്ചർ ഹൈലൈറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ farmers, political parties and voters. അപ്പോൾ ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമിക് ലിറ്ററേച്ചറിൽ പറയുന്നത് ഒരു രാജ്യത്ത് ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കുമ്പോൾ ആ ഇക്കണോമിക് പോളിസികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. അവർ പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പോരാത്തത് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ വോട്ടേഴ്സ്, അവർക്കൊക്കെ ഫേവറബിൾ ആവുന്ന രൂപത്തിലായിരിക്കും ഇന്ന് ഇക്കണോമിക് പോളിസികളെല്ലാം രാജ്യത്ത് നടപ്പിലാക്കുന്നത്. In contrast, the new political economy literature focuses on the impact that bureaucrats and state interests exert on the policy maker. അപ്പോൾ നോക്കൂ, പക്ഷേ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം, അല്ലെങ്കിൽ വ്യത്യാസമായിട്ടാണ് ഇവിടെ പറയുന്നത് ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമിക് ലിറ്ററേച്ചർ focuses on the impact that bureaucrats and state interests exert on the policy makers. അപ്പോൾ നേരത്തെ ന്യൂ മാർക്സിസ്റ്റ് ഐഡിയകളെ പറ്റി നമ്മൾ പറഞ്ഞു. അവരുടെ ലിറ്ററേച്ചറിൽ, ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമിക് ലിറ്ററേച്ചറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഇവരുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് എങ്കിൽ, എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് ന്യൂ പൊളിറ്റിക്കൽ ഇക്കോണമിക് ലിറ്ററേച്ചർ മറ്റൊരു കാര്യം കൂടി പറയുന്നു.
the impact that bureaucrats and the state interest exert on the policy maker. ഒരു പോളിസി മേക്കറിനെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻട്രസ്റ്റുകളും ബ്യൂറോക്രാറ്റുകളുമാണ് എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ ന്യൂ പൊളിറ്റിക്കൽ ഇക്കണോമിക് ലിറ്ററേച്ചറിലൊക്കെ കാണപ്പെടുന്നത്. Anyway, in reality, societies are often fragmented and heterogeneous, especially if there are significant religious, ethnic, linguistic, and geographical divides compounded by extreme inequalities of income and wealth. As a result, governments will frequently be preoccupied with conflict management, representing particular rather than general interest. Responding to a constantly shifting balance of preferences in such a world, concepts such as the national interest and social welfare function have little operational meaning. Decision making in the face of major social divisions becomes a balancing act rather than search for optima. അപ്പോൾ നോക്കൂ, പക്ഷേ ഇന്നത്തെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ റിലീജിയസ് ആയിട്ട്, ലിംഗ്വിസ്റ്റിക് ആയിട്ട്, ജിയോഗ്രഫിക്കലായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലാംഗ്വേജ് പരമായി വ്യത്യസ്ത ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്. ജോഗ്രഫിക്കലി വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് വലിയ തണുപ്പ്, ചില സമയത്ത് വലിയ ചൂട് എന്നുള്ള രീതിയിലൊക്കെ ജോഗ്രഫിക്കൽ ഏരിയയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എത്നിക്കൽ വ്യത്യാസമുണ്ട്, റിലീജിയസ് ആയിട്ട് വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ രാജ്യങ്ങളിൽ ഇനീക്വാലിറ്റി, ഇൻകത്തിൻ്റെ ബേസിൽ, വെൽത്തിൻ്റെ ബേസിലൊക്കെ ഇനീക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഒരു പോളിസി പെട്ടെന്ന് രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം വ്യത്യസ്ത രീതിയിലാണ് ഒരു രാജ്യത്ത് തന്നെ പല ആളുകളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻട്രസ്റ്റിനെയൊക്കെ പരിഗണിച്ചിട്ട് മാത്രമേ ആ രാജ്യത്ത് ഒരു ഇക്കണോമിക് പോളിസി നടപ്പിലാക്കാൻ പറ്റൂ. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പോളിസി നടപ്പിലാക്കുമ്പോൾ ആ പോളിസി കേരളത്തെ പരിഗണിക്കണം, തമിഴ്നാടിനെ പരിഗണിക്കണം. ഇങ്ങനെ പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ ആളുകളെയും പരിഗണിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പോളിസികൾ നടപ്പിലാക്കാൻ. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു ബാലൻസ് ഓഫ് പ്രിഫറൻസ് ഇവർ ഫോക്കസ് ചെയ്യാറുണ്ട്. ഒരു പോളിസി നടപ്പിലാക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന രൂപത്തിൽ ഒരു ബാലൻസ് ഓഫ് പ്രിഫറൻസ് ഇവർ ഫോക്കസ് ചെയ്യും. ഈ ബാലൻസ് ഓഫ് പ്രിഫറൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവരൊരു നാഷണൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരാളുടെ ഇൻട്രസ്റ്റ് എന്നുള്ള രൂപത്തിലല്ല, എല്ലാവരുടെ ഇൻട്രസ്റ്റും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യാറുള്ളത്, ഒരു നാഷണൽ ഇൻട്രസ്റ്റിലുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പോളിസി ആയിരിക്കും ആ രാജ്യത്ത് സോഷ്യൽ വെൽഫെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. So, the decision making in the face of major social divisions become a balancing act rather than search for optima. ഒരു ഒപ്റ്റിമത്തിലുള്ള ഏറ്റവും നല്ല ഒരു പോളിസിയേക്കാൾ ഉപരി ആ രാജ്യത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെൽഫെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോളിസിയേക്കാൾ ഉപരി ആ രാജ്യത്ത് എല്ലാവരെയും ബാലൻസ് ചെയ്യുന്ന ഒരു പോളിസി നടപ്പിലാക്കാനായിരിക്കും ആ രാജ്യത്തെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ പറയുന്നത്. Then comes to the last points. In modeling politico-economic relationship, the new political macroeconomics views the government as standing at the center of the interaction between political and economic forces. അപ്പോൾ നോക്കൂ, പൊളിറ്റിക്കോ ഇക്കണോമിക് റിലേഷൻഷിപ്പ് പ്രകാരം ന്യൂ പൊളിറ്റിക്കൽ മാക്രോ ഇക്കണോമിക്സിൻ്റെ വ്യൂ ഇതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റുകളുടെ റോൾ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് ഫോഴ്സുകൾക്കിടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഗവൺമെൻറ്റിനെ പറയുന്നത്. ഏതൊക്കെയാണത്? പൊളിറ്റിക്സിനെയും ഇക്കണോമിക് ഫോഴ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഗവൺമെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പൊളിറ്റിക്കൽ വ്യൂവിനെയും ഇക്കണോമിക് നീഡ്സിനെയും ബാലൻസ് ചെയ്യേണ്ടത്. അതായത് പൊളിറ്റിക്കലി ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, വോട്ടേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാവും. ഇവരുടെ വ്യൂവിനെയും നമ്മുടെ രാജ്യത്തിന് വേണ്ട ഇക്കണോമിക് ആയിട്ടുള്ള പോളിസിയുണ്ട്, ഇതിനെ ബാലൻസ് ചെയ്യുന്നത് എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വൺസ് ദീസ് എൻഡോജനസ് വ്യൂ ഓഫ് ഗവൺമെൻറ് ഈസ് അഡോപ്റ്റഡ്, ദ വെൽഫെയർ മാക്സിമൈസിങ് അപ്രോച്ച് ടു ഇക്കണോമിക് പോളിസി ഫോർമുലേഷൻ അസോസിയേറ്റഡ് വിത്ത് ദ നോർമേറ്റീവ് അപ്രോച്ച്. അതുകൊണ്ട് തന്നെ ഇന്നുള്ള രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു എൻഡോജനസ് ആണ്. എൻഡോജനസ് മീൻസ്
ആ രാജ്യത്തെ ഇക്കണോമിക് പോളിസികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് വരുത്താൻ കഴിയുന്ന ഒരാളാണ് ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റാണ് പൊളിറ്റിക്സിനെയും ഇക്കണോമിക്സിനെയും അല്ലെങ്കിൽ ഇക്കോണമിയെയും ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എൻഡോജനസ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾക്ക് മാത്രമേ ആ രാജ്യത്ത് വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത്. ഇൻക്യുബൻറ്റ് പൊളിറ്റീഷ്യൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ചോയ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇക്കണോമിക് പോളിസീസ്. അപ്പോൾ നോക്കൂ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. സോ ദ പൊളിറ്റീഷ്യൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ചോയ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇക്കണോമിക് പോളിസി. ഇങ്ങനെ ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഇക്കണോമിക് പോളിസികളെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഈ പൊളിറ്റീഷ്യൻസിൻ്റെ റോളാണ് എന്നുള്ളതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഈ ഒരു ടോപ്പിക്കിലൂടെ പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഓൺ പോളിസി ചോയ്സ്. എത്രത്തോളം ഒരു രാജ്യത്ത് ഒരു ഇക്കണോമിക് പോളിസി ഉണ്ടാക്കുമ്പോൾ അതിന് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് വരാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ക്ലാസിക്കൽസിൻ്റെ കേസിലൊരു വ്യൂ ആണ്, നിയോ ക്ലാസിക്കൽസിൻ്റെ കേസിലൊരു വ്യൂ ആണ്, ക്ലാസിക്കൽസിൻ്റെ കേസിലൊരു വ്യൂ ആണ്, കെയ്ൻസിൻ്റെ കേസിലൊരു വ്യൂ ആണ്. അങ്ങനെ പല പല വ്യൂകളിലൂടെയാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി നിങ്ങൾ വായിച്ച് നോക്കുക, ഈ വോയിസ് ഈ ഒരു ക്ലാസ് കേൾക്കുക, ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ ഇതൊന്നുകൂടി വായിച്ച് നോക്കിയിട്ട് ഇത് ക്ലിയർ ചെയ്യുക. Okay, if you have any doubt you may ask. Anyway, thank you.